ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രേയാകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്യുക, അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വേഗം കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച വാരപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതിവരുത്താനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്യുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സ വാസുദേവ വപ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണിയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ, ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധത്തിലുമുണ്ടായിരിക്കുന്ന സങ്കടങ്ങളെ അസകലം യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക. ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആരെ വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി ഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത്. ഭവാന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിപടിയെപ്പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയുധ ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തി. യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുവോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് ഭീഷ്മാംബികയെ പ്രമുഖരെ വന്ദിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയെങ്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്ത് കൗരവ ചക്രവർത്തി ദുര്യോധനൻ സഭാവാസികളായിക്കൊണ്ട് ഇവണ്ണം പ്രയൂഢം ചെയ്തു. ആയത് പ്രകാരമാകുന്നത്: ഹേ ഭൂവാ ശൃണുദാദരാദു ഭഗതോ ദൂത പൃഥാ ജന്മനാം മായാമോഹിതമൂഢലോകകലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേ ദണ്ഡ്യ സുവർണം മിദം ഭാരദ്വാദശകേന ശാസന നിരാകർത്ത ജഗത്യാമിതി. ഹേ ഭൂപ, അല്ലേ ഭൂപന്മാര്, അല്ലേ രാജാക്കന്മാര്, ശൃണുത, നിങ്ങൾ ശ്രവിക്കണം. അല്ലേ രാജാക്കന്മാര്, നിങ്ങൾ കേൾക്കണം. ദുര്യോധനൻ സഭാവാസികളായിട്ടുള്ള രാജാക്കന്മാരോടായിട്ട് അങ്ങനെ പറയുകയുണ്ടായത്. അല്ലേ രാജാക്കന്മാര്, നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾ കേൾക്കണം.
ഈ കേൾക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. കേൾക്കണോ വേണ്ടേന്ന് ഞങ്ങൾ നിശ്ചയിച്ചോളാം എന്നാണെങ്കിൽ അത് പോരാ. ഞാൻ പറയണത് ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ കേൾക്കണം എന്ന് പറയണത്. ഇപ്പോൾ ഈ കേൾക്കണം എന്ന് പറയൽ തന്നെ പലതരത്തിലാവാട്ടോ. അതേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് പറയണമുണ്ട്. നിങ്ങളൊക്കെ ദയവായി കേൾക്കണേ. ഒരപേക്ഷയാണ്. അപ്പം അധികം ആൾക്കാരെയൊന്നും കാണാനില്ല. ശൂന്യമായിട്ടുള്ള സ്ഥലമായി കാണുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇപ്പോൾ തല ഇങ്ങനെ ചെരിച്ചു പിടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ ഭാഗത്ത് ആരുമില്ല. ഈ കേൾക്കണേന്നൊരു അപേക്ഷിക്കാൻ നിവൃത്തിയുള്ളവരോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഉള്ള ആൾക്കാരോട് പറയുകയാണ് കേട്ടോ. ഏതായാലും പറയണമെന്ന് തീർച്ചയാക്കി അത് പുറപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ പറയാണ്ടിരിക്കാനും നിവൃത്തിയില്ല. പുറപ്പെട്ട സ്ഥിതിക്ക് അത് മുഴുവനാക്കാണ്ടേ വയ്യ. അതുകൊണ്ട് എല്ലാവരോടും കൂടി പറയുകയാണ്, ദയവായി കേൾക്കണേ. ഇങ്ങനെയാവാം. ഇതല്ലാണ്ട് വേറൊരു മാർഗം എന്താ പറയാം? അതേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാവമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ വേണ്ട. കേട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വൈഷമ്യമൊന്നുമില്ല, വിരോധമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് പറയും, അത് കഴിഞ്ഞാൽ ഞാൻ പോവും. വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊരു മാർഗവും ഉണ്ട്. എങ്ങനെയത്? അതേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാവമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യന്തം സശ്രദ്ധം സനിഷ്കരിഷം കേൾക്കണം, കേട്ടോളണം. അഥവാ ആരെങ്കിലും കേൾക്കാൻ ഭാവമില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും ശാസനയായിട്ട്. ഈ മൂന്നാമത്തെ മാർഗമായിരുന്നു ദുര്യോധൻ്റെ കേട്ടോളണം. ഇവിടെയും കുറച്ച് അങ്ങനെ ആവായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കാര്യമേ പറയുണ്ടായിട്ടുള്ളൂ അല്ലേ? മറ്റേത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് തോന്നണതേ. എല്ലാവരും നേരത്തെ തന്നെ വരണം. ഇവിടെ ചിലതൊക്കെ ഉണ്ട് കേട്ടോ. വന്നോളണം എന്ന് പറഞ്ഞാൽ വന്നിരുന്നു കേട്ടോ. ഇത് വേണമെങ്കിൽ വരാം കേട്ടോ. ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കേൾക്കാം എന്നുള്ള ഛായയിലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയൊന്നും ആളില്ലാത്ത. അല്ലെങ്കിൽ ഇത്രയൊന്നും കണ്ടാൽ പോരാ. ഇനി അവിടേക്ക് ഇങ്ങനെയാവുമെന്ന് തോന്നണമില്ല കേട്ടോ. അവിടെ ചിലപ്പോൾ ധാരാളം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ആജ്ഞയുടെ അധികം സ്ഥലത്തും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരു വിധം സ്ഥലങ്ങളിലൊക്കെ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, എങ്ങനെയുള്ള കാര്യങ്ങളായാലും ശരി കേമായിട്ട് ആ നേരത്ത് ഒരു ക്ഷാമമില്ല. ധാരാളമായിട്ട് 100 പറ അരി വെച്ചു, അത്ര ആളുണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള കാര്യത്തിന് അത് 4 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ണാമെന്നവർ അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. ആ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടാവുമെന്നാണ് നിരീക്ഷിച്ച്. ഏതായാലും അപ്പോൾ ആ ഭാഷ തന്നെ ആയിരുന്നു ഭേദം എന്നാണ് തോന്നണം. കുറച്ച് ഗൗരവമായിട്ട് ദുര്യോധൻ്റെ അതായിരുന്നു കേട്ടോളണം. ഓ, അത്ര നിർബന്ധമാണെങ്കിൽ കേട്ടേക്കാം. മഹാരാജാവിന് അത്ര നിർബന്ധമാണെങ്കിൽ കേട്ടേക്കാം. ഏതായാലും വന്നു, എത്തുകയും ചെയ്തു, മുമ്പിൽ വന്ന് കൂടുകയും ചെയ്തു. കേൾക്കണം എന്നല്ലേ ഉള്ളൂ, കേട്ടേക്കാം. ഈ ചെവി കൂടെ കേട്ട് ഇത് കൂടെ ഇങ്ങോട്ട് പൊക്കോട്ടെ, ശ്രദ്ധിച്ചോളണമെന്നൊന്നുമില്ലല്ലോ. കേട്ടാൽ പോരെ, വന്ന സ്ഥിതിക്ക് കേട്ടേക്കാം. ഇത് കൂടെ കേട്ട് ഇത് കൂടെ ഇങ്ങോട്ട് കളയാം എന്നാണെങ്കിൽ അങ്ങനെ വെറുതെ കേട്ടാൽ പോരാ. ആദരാൽ ശൃണുത, ആദരവോടുകൂടി വേണം കേൾക്കാൻ. അങ്ങനെ ചിലരുടെ വരവുണ്ട് കേട്ടോ. ആദരവുള്ളവരാന്നാ തോന്നുക. ഗൗരവത്ത് പറഞ്ഞതിൻ്റെ ലക്ഷണം എന്നാണ് തോന്നണത് കേട്ടോ. ചിലരെ കാണാണ്ട് ആദ്യം വരാത്തവരൊക്കെ വന്നേ. അത് അക്കാനത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ആദരവോട് കൂടി കേൾക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഒരാളിരുന്ന് കേൾക്കണ കണ്ടാൽ ആദരവോട് കൂടിയിട്ടാണോ അല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുമോ? മുമ്പിൽ വന്ന് ഇരിക്കണമൊക്കെ ഉണ്ട്. ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇരുന്നേ ഉള്ളൂ. ഇത്ര വലിയ ആദരവൊന്നും ഉണ്ട് തോന്നണില്ല അല്ലേ? ആ ഇരിപ്പൊക്കെ കണ്ടാൽ നല്ല ആദരവ്. ഒരു വസ്തു ഉണ്ടായിട്ടല്ല. ഇനിയിപ്പോൾ ഇരുന്ന് ഇത് കഴിയാണ്ട് പോകാൻ നിവൃത്തിയില്ലോ വെച്ചിരിക്കുക. എന്നാൽ ആ പിന്നിലൊക്കെ ചിലരുണ്ട്. അവരിപ്പോൾ അവിടെ വന്ന് നിൽക്കണ കണ്ടാൽ പോയില്ലേ, ആദരവൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ല, അപ്പോഴേ എത്തിയുള്ളൂ. അതുകൊണ്ട് അവിടെ കൂടി അത്രയേ ഉള്ളൂ. ഇരുന്ന് കേൾക്കണ കണ്ടാൽ മനസ്സിലാക്കാനൊന്നും പറ്റില്ല ആദരവോട് കൂടിയിട്ടാണോ കേട്ടത് അല്ലേന്ന്. പിന്നെ എങ്ങനെയാണ് അതറിയാൻ സാധിക്കുക എന്നാണെങ്കിൽ അതിന് മാർഗമുണ്ട്. ഈ പറയണ കാര്യം കേട്ട് കഴിഞ്ഞ് ചെയ്യണ പ്രവൃത്തി കണ്ടാലറിയാം ആദരവോട് കൂടിയിട്ടാണോ. കുറച്ച് ആദരവ് കുറവുള്ള ആളാണെന്നാ തോന്നുന്നത്, അതോ അധികമായിട്ടാണോ നിശ്ചയില്ല. പോക്ക് തുടങ്ങിയിട്ടോ. ഇവിടെ ഇരുന്നാലല്ലേ ആദരിക്കേണ്ടു, ഇരുന്നില്ലെങ്കിൽ അപകടമില്ലല്ലോ നിരീക്ഷ. അപ്പോൾ ഈ പറയണ കാര്യം കേട്ട് കഴിഞ്ഞ് ചെയ്യണ പ്രവൃത്തി കണ്ടാലറിയാം ആദരവോട് കൂടിയിട്ടാണോ കേട്ടത് അല്ലേന്ന്. അല്ലേ സഭാവാസികൾ? ഇനി എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നല്ലേ? ഉപഗതോ ദൂത, ഒരു ദൂതൻ്റെ വരവുണ്ടെന്ന് ഇവിടേക്ക്. എനിക്ക് അതാണ് ഇപ്പം നിങ്ങളെ ധരിപ്പിക്കാനുള്ളത്. അല്ലേ രാജാക്കന്മാർ, ഇന്ന് ഈ സഭയിലേക്ക് ഒരു ദൂതൻ്റെ വരവുണ്ട്. ഇതാ പത്ര കേമായിട്ട് കേൾക്കണം, കേട്ടോളണം, കേൾപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതൻ്റെ വരവുണ്ടെന്ന്. സാധാരണ പതിവല്ലേ? ഒരു രാജ്യവും രാജധാനിയൊക്കെ ആകുമ്പോൾ അന്യസ്ഥലങ്ങളിൽ നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുക. ഇതൊക്കെ ധാരാളം പതിവുള്ള കാര്യങ്ങളല്ലേ? അല്ലേ? ഇവിടെയും പതിവുണ്ടല്ലേ? നമ്മുടെ രാജ്യത്തൊന്നും ഉണ്ടല്ലേ?
ദൗത്യമായിട്ട് പറഞ്ഞേക്കൽ. ദൗത്യമായിട്ട് ഇവിടെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ, പറഞ്ഞയക്കലല്ല പതിവ്. നമ്മുടെ ആൾ നേരിട്ടേ പോക്കുള്ളൂ അല്ലേ? ഇവിടുത്തെ ആൾ വലിയ ആൾ അങ്ങനെയാണല്ലോ. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പ്രധാന ആൾ അവിടെ നിൽക്കുകയുള്ളൂ. അവനവൻ ആവശ്യമുണ്ട് പോകേണ്ട, താൻ തന്നെ പോകണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള സ്ഥലത്തേ പോകുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തൻ്റെ കീഴിലുള്ള ആൾക്കാരെ, മന്ത്രിമാരെ, ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞയച്ചാൽ മതി. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, അദ്ദേഹം തന്നെ എവിടെയും യാത്ര. ഇപ്പോൾ ഇവിടെയുള്ള കാലമാണോ അതോ അവിടെയോ? അധികവും പുറത്താണെന്നാണ് കേൾക്കണത്. അകത്തുള്ള കാലം തന്നെ കഷ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആയാലും അപകടമാട്ടോ ആണ് കേട്ടോ. ഈ കൂടുതലായാലും വിഷമമാണ്. ഇപ്പോൾ കുറേശ്ശെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കണേ. ചില രാജ്യത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ തന്നെ പറയും ഇന്ന ദിവസം അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അറിയിച്ചിട്ടൊക്കെ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാലാ തോന്നുക എന്നാൽ അപ്പുറത്ത് കൂടി ഒന്ന് അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോയാൽ പോരെ, എന്തായാലും ഇവിടെ വരെ വന്നു, എന്നാൽ അങ്ങോട്ട് കൂടി ഒന്ന് അങ്ങോട്ട് പോവാം. അവിടേക്ക് ചെല്ലും. ആ വിദ്വാന്മാരിത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അവിടെ എന്താടോ അല്ലാതെ ആ മാറ്റിയാൻ അവിടെ എത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടതെന്നാണ് തോന്നണം കേട്ടോ. അപ്പോൾ ആ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അധികമായാലും അതും അപകടമാണ് കേട്ടോ. അപ്പോൾ ഈ ദൂതന്മാരെ അയക്കൽ, അന്യസ്ഥലത്തു നിന്ന് ദൂതന്മാർ ഇവിടെ വരിക, ഇതൊക്കെ സാധാരണ പതിവുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ വിശേഷിച്ച് പറയേണ്ടത് ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ, ആരുടെ ദൂതനാണ് ഇന്ന് ഈ സഭയിൽ വരുന്നത് എന്നാണ്. ആരുടെ ദൂതനാ? പൃഥാജന്മനം ദൂത, പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്ന് ഈ സഭയിലേക്ക് വരുന്നത്.